നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിൽ നടക്കുന്ന ഓരോ വാർത്തയും പ്രവാസി മലയാളികൾ കൃത്യം നിരീക്ഷിക്കാറുണ്ട്. അതിൽ പല വാർത്തകളും പ്രവാസികളെ പിടിച്ചുലയ്ക്കാറുമുണ്ട്. ഇപ്പോഴിതാ പ്രവാസി കൂടിയായിട്ടുള്ള ഒരു പിതാവിൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊലപാതകത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്റെ ഉറ്റവരെയും ഉടവേരെയും കാണാൻ പോലും കഴിയാതെ ആ പ്രവാസി സൗദിയിൽ കുടുങ്ങിയിരിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 5 പേരെ കൊലപ്പെടുത്തിയ അഫ്വാന്റെ പിതാവ് കഴിഞ്ഞ 7 വർഷമായി സൗദിയിലാണ്. ഇതിൽ 2.5 വർഷമായി സൗദിയിൽ യാത്രാവിലക്ക് നേരിടുന്നുമുണ്ട് അദ്ദേഹം. ഉറ്റവരെ അവസാനമായി ഒന്ന് കാണാൻ പോലും ആകാതെ റഹീം നിൽക്കുകയാണ്. ഉറ്റവരെ അവസാനമായി കാണണമെങ്കിൽ പല കടമ്പകളും റഹീമിന് കടക്കേണ്ടതുണ്ട്. ഉറ്റവരെ അവസാനമായി ഒന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലാണ് വെഞ്ഞാറമൂട്ടിൽ 5 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ 23-കാരൻ അഫ്വാന്റെ അച്ഛൻ റഹീം. ഇഖാമ കാലാവധി തീർന്ന 2.5 വർഷമായി സൗദിയിൽ യാത്രാവിലക്ക് നേരിടുകയാണ് ഇദ്ദേഹം. റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാമൂഹ്യ സംഘടനകൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പലരും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായി ഇദ്ദേഹത്തിന്റെ ഈ സാഹചര്യത്തെ കണക്കിലാക്കി യൂസഫ് അലി അദ്ദേഹം എന്തെങ്കിലും ഒരു സഹായം നടത്തണമെന്നടക്കമുള്ള കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഇദ്ദേഹത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നാട്ടിൽ ഇദ്ദേഹം കടം കയറി, അദ്ദേഹം നിന്ന് തിരിയാൻ പോലും പറ്റാതെ കടം കയറിയാണ് അദ്ദേഹം നാട് വിട്ടത് എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് പോലും സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റ് ചുറ്റുപാടുകളൊന്നും നോക്കണ്ട. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഇളയ മകനെ അവസാനമായി ഒരു നോക്ക് കാണാനോ, അദ്ദേഹത്തിന്റെ ഉമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് എല്ലാ സാധ്യമാകുന്ന എല്ലാ വഴികളും തുറന്നു നൽകണമെന്നുള്ള ആവശ്യവും അതുപോലെ തന്നെ അപേക്ഷയും ഇപ്പോൾ കേരളത്തിൽ നിന്നും ഉയരുകയാണ്. അത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനു വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് അറിവില്ല നിലവിലേതായാലും. പക്ഷേ യൂസഫ് അലി അദ്ദേഹം വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് കനിയണമെന്നടക്കമുള്ള ആവശ്യം ഇപ്പോൾ ഉയരുകയാണ്. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ അഫ്വാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് സൗദി അച്ഛന് കോവിഡിന് ശേഷം വലിയ തോതിൽ കടമുണ്ട്. ഇത് അടയ്ക്കാനായി കഴിയുന്നില്ല. വലിയ തോതിലുള്ള കടം ഉള്ളതിനാൽ തന്നെ അച്ഛനെ ഒരുപക്ഷെ ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ മാനം പോകുമെന്ന ഭയം ഒക്കെ തന്നെ തനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അഫ്വാൻ പറയുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫ്വാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും അമ്മ പിന്മാറിയതും വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതിക്ക് പ്രേരണയായി എന്നാണ് മൊഴി. ഗൾഫിൽ പിതാവിന്റെ ബിസിനസ് തകർന്നതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക തകർച്ചയിൽ സഹായിക്കാൻ മുത്തശ്ശിയും പിതൃ സഹോദരനും ഭാര്യയും മടിച്ചു. 13-കാരനായ സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് സ്നേഹ കൂടുതൽ കൊണ്ടാണെന്നാണ് അഫ്വാൻ പറയുന്നത്. അഫ്വാന്റെ അമ്മ ഇപ്പോഴും ചികിത്സയിലാണ്. അമ്മ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയും. അപ്പോൾ മാത്രമേ ഈ മൊഴിക്ക് വ്യക്തത വരികയുള്ളൂ. ഈ പ്രതിയുടെ മൊഴി പൂർണ്ണമായും തന്നെ വിശ്വാസത്തിലെടുക്കാതെ അന്വേഷണം തുടരുകയാണ്. ബിസിനസ് തകർന്നതോടുകൂടി ഗൾഫിൽ വാപ്പ ജയിലിലാകുമെന്ന ഭയമാണെന്നാണ് അഫ്വാൻ പറയുന്നത്. അപമാനഭാരവും സാമ്പത്തിക തകർച്ചയിൽ നിന്നും കരകയറാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും കൊടും ക്രൂരതയ്ക്ക് പ്രേരണയായി. ആത്മഹത്യയ്ക്ക് കുടുംബം തീരുമാനിച്ചതായും ഇക്കാര്യം സുഹൃത്ത് ഫർസാനയെ അറിയിച്ചതായും അഫ്വാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൂടെ വരണമെന്ന് ഫർഹാനയോട് ആവശ്യപ്പെടുകയും ചെയ്തു. കടം വീട്ടാൻ പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സജിത ബീവി, മുത്തശ്ശി സൽമ ബീവി എന്നിവരോട് പണം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. താൻ മരിച്ചാൽ പ്രിയപ്പെട്ടവർ ഒറ്റപ്പെടുമെന്നും കടം നൽകിയവർ അവരെ വേട്ടയാടുമെന്ന് ഭയവും വിഷം കഴിച്ച് എല്ലാവരും ജീവനൊടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അതിൽ നിന്ന് മാതാവ് ഷമി പിന്മാറിയത് തനിക്ക് സഹിക്കാനായില്ല എന്നാണ് അഫ്വാൻ മൊഴി നൽകിയിരിക്കുന്നത്. റഹീം നാട്ടിൽ വന്നിട്ട് 7 വർഷങ്ങളാണ് ആയിട്ടുള്ളത്. ഇഖാമ കാലാവധി തീർന്നിട്ട് 2.5 വർഷമായി. മരിച്ച കുടുംബാംഗങ്ങളെ അവസാനമായി ഒന്ന് കാണണമെങ്കിൽ പോലും നടപടികൾ തീരുന്നത് വരെ കാത്തിരിക്കണം. ഒന്നുകിൽ സ്പോൺസറെ കണ്ടെത്തി ഇഖാമ പുതുക്കി പിഴയടച്ച് യാത്രാവിലക്ക് നീക്കണം, അല്ലെങ്കിൽ എംബസി വഴി ലേബർ കോടതിയുടെ മുമ്പിലെത്തിച്ച് ഡിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലാത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സാധാരണഗതിയിൽ സമയമെടുക്കും. അതിനു മുൻപേ നാട്ടിലെത്തിക്കാനാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമം. രേഖകൾ ശരിയാണെങ്കിൽ തന്നെ 3 വർഷത്തോളം നീണ്ട അനധികൃത താമസത്തിന് വലിയ പിഴ നൽകേണ്ടി വരും. ഇത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നാണ് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രതീക്ഷ. വർഷങ്ങളായി റിയാദിലായിരുന്ന റഹീം കച്ചവടത്തിലെ തകർച്ചയെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. പിന്നീട് ദമാമിലേക്ക് മാറി. ഇതിനിടയിൽ കൊല്ലപ്പെട്ടവരും കൊന്നയാളും എല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നായത് വലിയൊരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് റഹീമിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഉറ്റവരെ അവസാനമായി ഒന്ന് കാണുന്നതിൽ പോലും പ്രതിസന്ധി നേരിടുകയാണ് ഈ മനുഷ്യൻ.